നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. വഖഫ് സ്വത്തുക്കളെ നിയന്ത്രിക്കുന്ന 1995 നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സായി. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ബിൽ പാസ്സായത്. 288 പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 232 പേർ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു. ബിൽ അവതരിപ്പിച്ച് ചർച്ചയ്ക്ക് ശേഷമായിരുന്നു വോട്ടെടുപ്പ്. 14 മണിക്കൂറിലേറെ നീണ്ട നടപടികൾക്ക് ശേഷമാണ് ബിൽ ലോക്സഭ കടന്നത്. പ്രതിപക്ഷ അംഗങ്ങൾ അവതരിപ്പിച്ച ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളി. ബിൽ ഇന്ന് തന്നെ രാജ്യസഭയിലും അവതരിപ്പിക്കും. വാർത്തകൾ വിശദമായി. വഖഫ് ഭേദഗതി ബിൽ മുസ്ലിങ്ങളെ ആധുനികവൽക്കരിക്കാനുള്ള ആയുധമാണെന്നും അവരുടെ വ്യക്തി നിയമങ്ങളും സ്വത്തവകാശങ്ങളും കവർന്നെടുക്കുകയാണ് ലക്ഷ്യമെന്നും രാഹുൽ ഗാന്ധി ഭരണഘടനയ്ക്കെതിരെ നടത്തുന്ന ഈ ആക്രമണം മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും എന്നാൽ ഇത് ഭാവിയിൽ മറ്റ് സമുദായത്തെയും ലക്ഷ്യം വയ്ക്കുന്നതിനുള്ള ഒരു മാതൃക സൃഷ്ടിക്കുമെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായയുടെ മുനമ്പം സമരപന്തൽ പടക്കം പൊട്ടിച്ച് ആഹ്ലാദപ്രകടനം നടത്തി സമരക്കാർ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും അനുകൂല മുദ്രാവാക്യം മുഴക്കിയാണ് മുനമ്പത്തുകാർ ആഹ്ലാദപ്രകടനം നടത്തിയത്. തങ്ങളെ അറിയാത്ത കിരൺ റിജിജു പോലും തങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുവെന്നും തങ്ങൾ അറിയേണ്ട MP ഹൈബി ഈഡൻ എന്താണ് സംസാരിച്ചതെന്നും സമരക്കാർ പ്രതികരിച്ചു. വഖഫ് ബിൽ ന്യൂനപക്ഷങ്ങളുടെ സ്വയംഭരണത്തിനും വിശ്വാസങ്ങൾക്കും അവകാശങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനും മേലുള്ള നഗ്നമായ ആക്രമണമാണെന്ന് KPC വേണുഗോപാൽ MP ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ഒരൊറ്റ അജണ്ടയാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ച് ചോര കുടിക്കുന്ന ശൃഗാല ബുദ്ധിയാണ് ഈ സർക്കാരിനുള്ളതെന്നും വേണുഗോപാൽ ആരോപിച്ചു. അന്യായി ഇറക്കുമതി തീരുവ ഈടാക്കുന്നുവെന്നാരോപിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ തിരിച്ചടി തീരുവ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 26% തീരുവയാണ് ഇന്ത്യക്ക് മേൽ ചുമത്തിയത്. ചൈനയ്ക്കെതിരെ 34%, യൂറോപ്യൻ യൂണിയന് 20%, ജപ്പാന് 24% നികുതി ചുമത്തി. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കുള്ള 10% ഇറക്കുമതി തീരുവയ്ക്ക് പുറമെയാണ് ഈ നിരക്ക് വരുന്നതെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. വർഷങ്ങളോളം മറ്റ് രാജ്യങ്ങൾ അമേരിക്കയെ കൊള്ളയടിച്ചുവെന്നും ഇനി അതുണ്ടാകില്ലെന്നും അമേരിക്ക അതിൻ്റെ വ്യാപാരം തിരിച്ചുപിടിച്ച ദിവസമായി ഏപ്രിൽ 2 വിമോചന ദിനമായി അറിയപ്പെടുമെന്നും ട്രംപ് വ്യക്തമാക്കി. അനബോളിക് സ്റ്റീറോയിഡുകൾ ഉൾപ്പെടെയുള്ള അനധികൃതമായ മരുന്നുകൾ ഓൺലൈൻ വഴി വാങ്ങുന്നതും തടയുന്നതും ആവശ്യമായ ഇടപെടൽ നടത്താനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയോട് കത്തിലൂടെയും നേരിട്ടും അഭ്യർത്ഥിച്ചു. അനധികൃത മരുന്നുകൾക്കെതിരെ കേരളം വലിയ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും കേരളത്തിലെ ജിമ്മുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ അനധികൃത മരുന്നുകൾ കണ്ടെത്തിയിരുന്നുവെന്നും ഏത് മരുന്നും ഓൺലൈനായി വാങ്ങാവുന്ന അവസ്ഥ തടയണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. വേനൽമഴ ശക്തമാകുന്നുവെന്ന് കാലാവസ്ഥാ പ്രവചനം. ഇത് പ്രകാരം അടുത്ത 5 ദിവസം കേരളത്തിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഈ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ UDF ഭരിക്കുന്ന എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ആശാ വർക്കർമാർക്ക് 2000 രൂപ വീതം കൂട്ടാൻ തീരുമാനം. ജില്ലയിലെ 48 പഞ്ചായത്തിലും 8 മുനിസിപ്പാലിറ്റികളിലും തീരുമാനം നടപ്പാക്കുമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അറിയിച്ചു. നിലമ്പൂർ മണ്ഡലത്തിൽ PV അൻവർ നിർണായക ഘടകമാണെന്ന് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ്. കോൺഗ്രസിന് ആരെങ്കിലും അടുത്തിയെടുത്ത് സ്ഥാനാർത്ഥിയാക്കാമെന്ന CPM മോഹം നടക്കില്ലെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസിന്റെ പരാജയം നോട്ടപ്പിശക് മൂലം സംഭവിച്ചാണെന്നും VS ജോയ് പറഞ്ഞു. CPMൽ തെറ്റുതിരുത്തൽ താഴെത്തട്ട് വരെ എത്തിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെടുന്നു വിലയിരുത്തുന്ന സംഘടനാ രേഖ പുറത്ത്. ഗാർഹിക പീഡനം, സ്ത്രീധനം, പുരുഷ മേധാവിത്വം, അഴിമതി തുടങ്ങിയ പ്രവണതകൾ ഉണ്ടെന്നാണ് കുറ്റപ്പെടുത്തൽ. കേരളത്തിലെ മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം 2024 ഡിസംബർ 7 മുതൽ 2025 മാർച്ച് 7 നടന്ന ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ 100 ദിന കർമ്മ പരിപാടിയിൽ പരമാവധി NAT ടെസ്റ്റ് ചെയ്തുള്ള പുരസ്കാരമാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായി സംസ്ഥാന ചുഴലിക്കാറ്റിൻ്റെയും അനുബന്ധ ദുരന്തങ്ങളുടെയും തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി ഏപ്രിൽ 11 മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. സംസ്ഥാനത്തുടനീളമുള്ള 13 ജില്ലകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 26 സ്ഥലങ്ങളിൽ ഒരേ സമയമാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിനെ പ്രതി ചേർക്കും. ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താനാണ് നീക്കം. ഒടുവിലുള്ള സുഗാന്ത് സുരേഷിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധമുണ്ടായ തകർച്ചയാണ് മകളെ ആത്മഹത്യയെ തള്ളിവിട്ടതെന്നാണ് കുടുംബത്തിന്റെ പരാതി. എന്നാൽ ബന്ധം തരാനുള്ള കാരണമെന്തെന്ന് കണ്ടെത്താൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. എമ്പുരാൻ സിനിമയ്ക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസിക്ക് പരാതി. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി ശരത് എടത്തിലാണ് പരാതി നൽകിയത്. ദേശീയ അന്വേഷണ ഏജൻസിയെ അപകീർത്തിപ്പെടുത്തൽ, വർഗീയ വിദ്വേഷം ജനിപ്പിക്കൽ, ദേശവിരുദ്ധ വികാരങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ, ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രശസ്തിയെ വ്രണപ്പെടുത്തൽ, തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കൽ എന്നിവ സിനിമയുടെ ഉള്ളടക്കം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പരാതി. കലാകാരനും കലാപ്രവർത്തകർക്കും അതിരില്ലാതെ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് താനെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാനും നടനുമായ പ്രേംകുമാർ. എമ്പുരാന്റെ റീസെൻസിനുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് കലാകാരന്റെ അവകാശം തന്നെയാണ്. സെൻസറിന് സംവിധാനത്തോട് വ്യക്തിപരമായ അനുഭവമുള്ള ആളല്ല താൻ. മോഹൻലാലിന്റെ ഖേദപ്രകടനം വ്യക്തിപരമായ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. തലസ്ഥാന വിവിധ മേഖലയിൽ നടത്തിയ പരിശോധന അനധികൃതമായി വിൽപ്പന നടത്തിയിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പിടിച്ചെടുത്ത്. പോത്തൻകോട്, പാവൂക്കാണം, വായറമ്പലം, BSNL എക്സൈന് സമയം എന്നിവരിൽ അനധികൃതമായ കച്ചവടത്തിന് സൂക്ഷിച്ചിരുന്ന 188 ഗ്യാസ് സിലിണ്ടറാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് പിടിച്ചെടുത്തത്.
നീലഗിരി ഗൂഡല്ലൂർ വിനോദയാത്രാ സംഘം നേരത്തിന് നേരെ കടന്നൽ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി എത്തിയ സംഘത്തിലുണ്ടായിരുന്ന യുവാവായ ആയഞ്ചേരി വള്ളിയാട് സ്വദേശി പി സാബറാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. വർക്കല പേരേറ്റ് ഉത്സവം കണ്ട് മടങ്ങിയ അമ്മയും മകളും അപകടത്തിൽ മരിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതി കീഴടങ്ങി. പേരേറ്റ് സ്വദേശി ടോണി പെരേരയാണ് ഇന്നലെ വൈകുന്നേരം 6 മണിയോടെ കല്ലമ്പലം പോലീസിൽ കീഴടങ്ങിയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഉത്സവം കണ്ട് മടങ്ങിയ അമ്മയും മകളും വാഹനമിടിച്ച് മരിച്ചത്. ആദിവാസി യുവാവായ ഗോകുലിനെ കൽപ്പറ്റ സ്റ്റേഷനിൽ മരിച്ചതിൽ കണ്ട സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നടപടി ഉണ്ടാകും. വയനാട് SP തപോഷ് ബസ്മദാരി DGPക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഉത്തരവാദികൾക്കെതിരെ റിപ്പോർട്ടിൽ നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെതിരെ പോലീസിനെതിരെ ആരോപണമായി ഗോകുലിന്റെ ബന്ധുക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. ബാങ്കോക്കിൽ നിന്ന് മുംബൈ വിമാനത്താവളത്തിലൂടെ കഞ്ചാവ് നടത്തിയ മലയാളി പിടിയിൽ. കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ഷെരീഫാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് അന്താരാഷ്ട്ര വിപണിയിൽ 3 കോടി രൂപ വിലയുള്ള 3 കിലോ കഞ്ചാവ് പിടികൂടി. കസ്റ്റംസ് വകുപ്പിന്റെ എയർ ഇന്റലിജൻസ് യൂണിറ്റാണ് അറസ്റ്റ് ചെയ്തത്. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മകളും ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി നോബി ലൂക്കസിന് ജാമ്യം. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് നോബി ലൂക്കസിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിന് ലോക്സഭയുടെ അംഗീകാരം തേടി കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. ഇന്ന് പുലർച്ചെ വഖഫ് ബിൽ പാസാക്കിയതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പ്രമേയം അവതരിപ്പിച്ചത്. നേരെ വൈകിയുള്ള പ്രമേയാവതരണത്തിൽ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമു അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിലേക്ക് എത്തിയെന്ന റിപ്പോർട്ടുകൾ. മെയ് മാസത്തിൽ ഇടവമാസ പൂജയ്ക്ക് ദർശനത്തിനെത്താനാണ് ആലോചന. ദർശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് രാഷ്ട്രപതി ഭവൻ തിരുവിതാംകൂർ ദേവസ്ഥത്തെ ബന്ധപ്പെട്ടു എന്നാണ് വിവരങ്ങൾ. ഗുജറാത്തിലെ ജാംനഗർ സുവർണ ഗ്രാമത്തിൽ വ്യോമസേന വിമാനം തകർന്നുകൊണ്ട് പൈലറ്റ് മരിച്ചു. വഖഫ് ബില്ലിൽ വന്നാൽ മുൻപത്തെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് മന്ത്രി കിരൺ റിജു. 600-ലധികം പേരുടെ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചിരിക്കുകയാണ്. നിയമഭേദഗതി യാഥാർത്ഥ്യമാകുന്നതോടെ ഭൂമി തിരിച്ചെടുക്കാനാകുമെന്നും കിരൺ റിജു പറഞ്ഞു. വഖഫ് ഭേദഗതി ബില്ലിലൂടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമമെന്ന് കെ രാധാകൃഷ്ണൻ MP. മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്താൻ നീക്കങ്ങളാണ് നടക്കുന്നതെന്നും കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. ബിൽ ന്യൂനപക്ഷ വിരുദ്ധമായതുകൊണ്ടാണ് CPM എതിർക്കുന്നുവെന്നും MP പറഞ്ഞു. വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭേദഗതി ബില്ലിലെ വ്യവസ്ഥയിൽ വിശദീകരണമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബോർഡിലെ മുസ്ലിം ഇതര അംഗങ്ങൾക്ക് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ യാതൊരു പങ്കും ഉണ്ടായിരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ലിന്മേൽ നടന്ന ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു അമിത്ഷാ. ജപ്പാനിലെ കൂഷുവിൽ റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ ഇന്ത്യൻ സമയം 7:34 ഭൂചലനം റിപ്പോർട്ട് ചെയ്തത്. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ആളപായത്തെ പറ്റിയോ നാശനഷ്ടങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് അവരുടെ സ്വന്തം തട്ടകത്തിൽ 8 വിക്കറ്റിന് കീഴടക്കി ഗുജറാത്ത് ടൈറ്റൻസ്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് തുടക്കത്തിൽ തകർച്ചയിൽ നിന്ന് കരകയറി 8 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസ് എടുത്തു. എന്നാൽ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഗുജറാത്ത് 39 പന്തിൽ 70 റൺസ് എടുത്ത് പുറത്താകുന്ന ടോസ് ബട്ട്ലറുടെ കരുത്തിൽ 17.5 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യത്തിലെത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.